പറഞ്ഞിട്ട് എന്താ കാര്യം, കഴിഞ്ഞില്ലേ? ആര് കൊണ്ടുപോകും കപ്പ്? പേഴ്സണലി എനിക്ക് ആഗ്രഹം മനീഷാണ്. കാരണം ഒരു കോമണറായിട്ട് വന്നിട്ട് ടോപ്പ് 2 എത്തുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. യാതൊരു സപ്പോർട്ടും ഇല്ലാണ്ടാണ് ഉള്ളിൽ വന്നിട്ട് ആൾ കളിച്ചത്. പക്ഷെ അനുവിനാണ് ചാൻസ് കൂടുതൽ. കാരണം അനുവിന് ഓൾറെഡി പുറത്ത് കുറേ ജനം ഏറ്റെടുത്തിട്ടാണ് ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ ഉള്ളിലും ഉള്ള സപ്പോർട്ട് പിന്നെ അതിന് മുമ്പുള്ള സപ്പോർട്ടും കൂടെ ചേർന്നിട്ട് ഒരു ഹ്യൂജ് സപ്പോർട്ടുണ്ട്. ചാൻസ് കൂടുതൽ അനുവിനാണ്. പക്ഷെ എനിക്ക് അനുവിനെ നെവിനെ ഇഷ്ടമാണ്. നെവിൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിയലാട്ടോ. എനിക്ക് നേരത്തെ അറിയാവുന്ന വ്യക്തിയാണ്. അനീഷിന്റെ അനുമോളുടെ ലവിനെ പറ്റി എന്താ പറയുക? അത് കൂടുതൽ ചർച്ച ചെയ്തായിരുന്നു. അത് തോന്നിയേക്കാം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെല്ലാവരും അടച്ചിട്ട് താമസിക്കുകയല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നുകയെന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെ എല്ലാവർക്കും സംശയം വരും ഗെയിമിന്റെ ഭാഗമാണോ എന്നുള്ളത്. അതുകൊണ്ട് അനുവിനെയും കുറ്റം പറയാൻ പറ്റും. സൂര്യയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ? വിശേഷങ്ങൾ ഞാനിപ്പോൾ ഒരു മൂവി ചെയ്യുന്നുണ്ട്, ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞു. രണ്ടാമത്തെ സ്കെഡ്യൂൾ ജനുവരി 15 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു മലയാളം മൂവി ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ബിഗ് ബോസിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സീസണിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട്? ഈ സീസണിൽ എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇന്ന ആൾക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തവണ റീ എൻട്രി ചെയ്ത് കുറച്ച് പേർക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. കാരണം പൊതുവേ നമ്മൾ എല്ലാ സീസണിലും കണ്ടേക്കുന്നത് റീ എൻട്രി ആയിട്ട് വരുന്നവരെല്ലാവരും ഹാപ്പി മൊമെന്റ്സ് കണ്ടേക്കുന്നത്. പക്ഷെ അവർ അവരുടെ ഉള്ളിലെ പേഴ്സണൽ റിവഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് കയറി പോലെ നല്ല ഗെയിമേഴ്സിനെ പുറത്താക്കിയിട്ട് ഗെയിം കളിക്കാത്തവരാണ് പാർട്ടിച്ചേക്കുന്നത്. അതാണ് ചിലവർ പറയുന്നത്. അല്ല, അത് അങ്ങനെയല്ല. നല്ല ഗെയിം കളിക്കുക എന്നുള്ളതല്ല, ആളുകളായിട്ട് എത്രത്തോളം കണക്റ്റ് ആകും അതിലാണ് കാര്യം. ആളുകളായിട്ട് കണക്റ്റ് ആയിട്ടുള്ളവരെല്ലാം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, അല്ലാത്തവരാണ് ഔട്ടായി ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ്.